കേരള ഹൈക്കോടതിയിൽ താഴെ പറയുന്ന തസ്തികയിലേക്കുള്ള നിയമനത്തിന് യോഗ്യതയുള്ള ഇന്ത്യൻ പൗരന്മാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകർ ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കണം. റിക്രൂട്ട്മെന്റ് നമ്പർ 9/2024. പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ്. 23,000 രൂപ മുതൽ 50,200 രൂപ വരെയുള്ള ശമ്പള സ്കെയിൽ. ഒഴിവുകളുടെ എണ്ണം 34. പ്രായപരിധി 1/1/1988 1/1/2006 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് 2 ദിവസം ഉൾപ്പെടെ അപേക്ഷിക്കുവാൻ അർഹതയുണ്ട്. യോഗ്യത: നിങ്ങൾ SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പിന്റെ രീതി റിട്ടേൺ ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. റിട്ടേൺ ടെസ്റ്റിന് 75 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുത്തു പരീക്ഷയ്ക്ക് OMR ഷീറ്റിൽ ആൻസർ ചെയ്യേണ്ട ഈ എഴുത്തു പരീക്ഷയ്ക്ക് 4 ടോപ്പിക്കുകളാണുള്ളത്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 50 മാർക്കിന്, ന്യൂമറിക്കൽ എബിലിറ്റി 20 മാർക്കിന്, മെന്റൽ എബിലിറ്റി 15 മാർക്കിന്, ജനറൽ ഇംഗ്ലീഷ് 15 മാർക്ക്. ഓരോ ചോദ്യത്തിന് 1 മാർക്കായിരിക്കും. ഓരോ തെറ്റുത്തരത്തിന് മാർക്ക് നഷ്ടപ്പെടും. പരീക്ഷയുടെ മീഡിയം ഇംഗ്ലീഷിലും മലയാളത്തിലും ദ്വൈഭാഷ ആയിരിക്കും. 10 മാർക്കിനാണ് അഭിമുഖം. അഭിമുഖത്തിന് വിളിക്കേണ്ട ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം, വിജ്ഞാപനം ചെയ്ത ഒഴിവുകളുടെ എണ്ണം, മുൻ ലിസ്റ്റിൽ നിന്ന് നിയമിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം, ഒഴിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത എന്നിവ പരിഗണിച്ച് ഹൈക്കോടതി തീരുമാനിക്കും. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗക്കാർ, തൊഴിൽ രഹിതരായ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളെ അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഒന്നുകിൽ സിസ്റ്റം ജനറേറ്റഡ് ഫീസ് പേയ്മെന്റ് ചെല്ലാൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ സ്ക്രീനിൽ നിർദ്ദേശങ്ങൾ പാലിച്ച് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPI എന്നിവ വഴി ഓൺലൈനായി പണമടയ്ക്കാം. അപേക്ഷാ ഫീസ് അടയ്ക്കുന്നതിനുള്ള ബാങ്ക് ഇടപാട് ചാർജുകൾ ഉണ്ടെങ്കിൽ അത് ഉദ്യോഗാർത്ഥി വഹിക്കേണ്ടി വരും. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. അപേക്ഷകർ ഓൺലൈനിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന കേന്ദ്രത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഒരു കാരണവശാലും പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും മാറ്റമൊന്നും വരുത്തുന്നതല്ല. ഏതെങ്കിലും കേന്ദ്രം അതിന്റെ വിവേചനാധികാരത്തിൽ ചേർക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള അവകാശം ഹൈക്കോടതിയിൽ നിക്ഷിപ്തമാണ്. ഒരു ഉദ്യോഗാർത്ഥിയെ അവർ തിരഞ്ഞെടുക്കുന്ന കേന്ദ്രത്തിൽ അല്ലാതെ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക് അനുവദിക്കാനുള്ള അവകാശവും ഹൈക്കോടതിക്കുണ്ട്. വിദേശത്തു നിന്ന് അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ ലൊക്കേഷൻ വിശദമാക്കുന്ന ഒരു ഇമെയിൽ പബ്ലിക് IP അഡ്രസ് സഹിതം ഹൈക്കോടതിയുടെ ഇമെയിൽ IDയിലേക്ക് ഫോർവേഡ് ചെയ്യണം. ഹൈക്കോടതിയുടെ ഇമെയിൽ ID ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം അത്തരം ഉദ്യോഗാർത്ഥികൾ ഇമെയിൽ വഴി അറിയിക്കേണ്ടതാണ്. പ്രായപരിധി തെളിയിക്കുന്നതിനുള്ള ഒറിജിനൽ രേഖകൾ മുതലായവ വിളിക്കുമ്പോൾ ഹാജരാക്കണം. ഒറ്റത്തവണ രജിസ്ട്രേഷനും അപേക്ഷ സമർപ്പിക്കുന്നതും എങ്ങനെയെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥി വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ലിങ്ക് ഉപയോഗിച്ച് 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം. അപേക്ഷകൻ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിജ്ഞാപനവും എങ്ങനെ അപേക്ഷിക്കണം എന്നതും ശ്രദ്ധാപൂർവം വായിക്കുകയും ഫോട്ടോയുടെയും ഒപ്പിന്റെയും മറ്റ് രേഖകളുടെയും വിശദാംശങ്ങൾ മുതലായവ തയ്യാറാക്കി വെക്കണം. അപേക്ഷാ ഫീസ് അടയ്ക്കൽ എന്നത് അപേക്ഷാ പ്രക്രിയയുടെ അവസാന ഘട്ടമാണ്. അപേക്ഷാ ഫീസ് പേയ്മെന്റ് പ്രക്രിയ പൂർത്തിയാക്കാത്ത അപേക്ഷകൾ അപൂർണമായിരിക്കും. ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സൂക്ഷിക്കുകയും ഭാവി റെഫറൻസിനായി സൂക്ഷിക്കുകയും വേണം. അവർ ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടോ ഏതെങ്കിലും രേഖകളോ ഹൈക്കോടതിയിലേക്ക് അയക്കേണ്ടതില്ല. റിട്ടേൺ ടെസ്റ്റിനും അതുപോലെ ഇന്റർവ്യൂവിനുമുള്ള ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ കോൾ ലെറ്റർ ഹൈക്കോടതിയുടെ വെബ്സൈറ്റിനുള്ളിൽ ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യണം. ഓൺലൈൻ അപേക്ഷ ആരംഭിച്ച തീയതി ജൂൺ 5, 2024. അപേക്ഷ അയക്കാവുന്ന അവസാനത്തെ തീയതി ജൂലൈ 2, 2024. അപേക്ഷ അയക്കുവാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്.